ഇവിടെ പഠിച്ച് ഏതെങ്കിലും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കുട്ടികളെ രാഷ്ട്രീയമായി വശീകരിച്ച് രാഷ്ട്രീയക്കാരെ അവരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വർഷങ്ങളായി കേരളത്തിൽ നടക്കുകയാണ്. ഇത് നിരോധിക്കണം. ഹൈക്കോടതി എങ്കിലും ഇത് ശ്രദ്ധിച്ച് നിരോധിക്കണം. നേരത്തെ നിരോധനം ഉണ്ട് എങ്കിലും പരിപൂർണമായി കേരളത്തെ ക്യാമ്പസുകളിൽ നിന്നും രാഷ്ട്രീയ പ്രസ്ഥാനം നടത്താൻ അനുവദിക്കാൻ പാടില്ല. അതൊക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ക്യാമ്പസുകളിൽ നിന്ന് അവരുടെ പിണിയാടുകളെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ക്യാമ്പസിലെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. കുട്ടികളെ ക്യാമ്പസിൽ വരുന്നത് രാഷ്ട്രീയം പഠിക്കാനോ രാഷ്ട്രീയക്കാരെ പിണിയാളായി ആകാനോ ഗുണ്ടകളാകാനോ അല്ല. അവർ തീർച്ചയായിട്ടും പഠിച്ച് കുടുംബത്തിനും നാടിനും നമ്മുടെ ഇന്ത്യക്കും അവർക്ക് പൊതുവായ ചില സേവനങ്ങൾ ചെയ്യാൻ തന്നെയാണ് തയ്യാറായിട്ടാണ് അവർ സ്കൂളിലും കോളേജുകളിലും പഠിക്കുന്നത്. അവരെ വഴിതിരിച്ചു വിടരുത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ ചിന്ത സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നമുക്ക് പറിച്ചെറിയണം. ഹൈക്കോടതി ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായും രാഷ്ട്രീയക്കാർ സമ്മതിച്ചില്ലെങ്കിലും കുട്ടികളുടെയും സമൂഹത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്തിന് വേണ്ടി, ഇവിടെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി ദയവായി ഹൈക്കോടതി ഇടപെട്ട് ഈ കോളേജുകളിലെ രാഷ്ട്രീയം പരിപൂർണമായി നിർത്തണം. കോളേജുകളിൽ രാഷ്ട്രീയപരമായി ഇലക്ഷൻ നിർത്തണം. അതൊക്കെ വലിയവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വെളിയിൽ വന്നു കഴിയുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരും രാഷ്ട്രീയത്തിൽ നടക്കുന്നവരും രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരും അവർ നടത്തിക്കോട്ടെ. നമ്മുടെ കുട്ടികൾ ഈ ക്യാമ്പസിനകത്ത് മുദ്രാവാക്യം വിളിക്കാനും കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയാനും ഗവർണർക്കെതിരായിട്ട് പറയാനും തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്കെതിരായിട്ടും പറയാനല്ല. അതേസമയത്ത് പക്വതയില്ലാത്ത മന്ത്രിമാർ ധാരാളം പേരുണ്ട്, അവരും പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു കലാപഭൂമിയാണെന്ന് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമായ വെല്ലുവിളികൾ നടത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അത് വെല്ലുവിളിക്കുന്ന നേതാക്കന്മാരുടെ പേഴ്സണൽ ബെനിഫിറ്റിനും അവരുടെ ഗുണത്തിനും അവരുടെ ജീവിതത്തിൻ്റെ വരുമാനം ഉണ്ടാക്കാനും വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ചിന്ത മലയാളികളുടെ ബ്ലഡിൽ കയറി മലയാളികൾ മുഴുവൻ ആ രീതിയിലാണ് ഒരാളെ കാണുന്നത്. അയലോക്കംകാരനെ കാണുന്നത്, തൻ്റെ സഹപ്രവർത്തകരെ കാണുന്നത്, കുട്ടികൾ ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികളെ കാണുന്നത്. നമുക്കതിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രക്ഷുബ്ധത നമ്മൾ നോക്കുമ്പോൾ അത് രാഷ്ട്രീയ ചേരിതിരിഞ്ഞുള്ള അടികലശിലേക്ക് മാറിക്കഴിഞ്ഞു. അത് നമുക്ക് പലർക്കും ജീവൻ നഷ്ടപ്പെടാം. വരും ദിവസങ്ങൾ അതിലേക്ക് പോകുന്നുണ്ട്. അതിന് മുഖ്യമന്ത്രി സംയമനത്തോട് ഇതിനോട് പ്രതികരിക്കണം. കാരണം എല്ലാവരെയും വിളിച്ച് ഒരു സമാധാന ചർച്ച നടത്തി ഇതിൽ നിന്ന് എല്ലാവരെയും പിന്മാറ്റണം. രാഷ്ട്രീയമായ അടിപിടി നമുക്കിവിടെ വേണ്ട. ഇവിടെ ഭരണം നടത്തുന്നത് ഗവൺമെൻറ് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ജനങ്ങളെ ഒന്നിച്ചു നിർത്താനുള്ള വാക്കുകളാണ് വരേണ്ടത്. അതിനത് രാഷ്ട്രീയമായ ചിന്തകളോട് എതിർ വാക്കുകൾ പ്രയോഗിക്കരുത് മന്ത്രിമാരും MLA മാരും. അതുകൊണ്ട് സമാധാനപരമായ കേരളത്തിൻ്റെ അന്തരീക്ഷം കൈവിട്ടു പോകരുത്. നമ്മൾ കണ്ടല്ലോ മണിപ്പൂരിലും മറ്റിടത്തും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ അവിടെങ്ങളൊന്നും പറ്റിയിട്ടില്ല. രാഷ്ട്രീയപരമായിട്ട് അവിടെ ആർക്കും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ആൾക്കാർ പരസ്പരം സഹോദരങ്ങളെ കൊന്ന് മണ്ണിനടി പൂഴ്ത്തുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കൈവിട്ടു പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.